കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അങ്ങനെ ഞങ്ങൾ വാഗമണ്ണിലേക്കൊരു ഫാമിലി ട്രിപ്പ് പോയി. 3 തലമുറകൾ ഒന്നിച്ചൊരു യാത്ര. വാഗമണ്ണിലെ ഫോഗിനോൺ റിസോർട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. വാഗമൺ മലനിരകൾക്ക് മുകളിലുള്ള ഒരു മനോഹരമായ റിസോർട്ടാണിത്. ചുറ്റിനും തേയിലത്തോട്ടവും മാമരം കോച്ചുന്ന തണുപ്പും ഒരു കുഞ്ഞരുവിയും ഒക്കെയാണ് ഫോഗയുടെ പ്രത്യേകതകൾ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അന്തരീക്ഷമാണ് ഇവിടെ. എപ്പോഴും പുഞ്ചിരിച്ച മുഖവുമായി സൗമ്യമായ പെരുമാറ്റത്തോടെ ഫോഗിയിലെ സ്റ്റാഫായ ചേട്ടന്മാരെയും ചേച്ചിമാരെയും മറക്കാൻ പറ്റില്ല. അവർ തരുന്ന ഹോംലി ഫുഡ് എടുത്തു പറയേണ്ടതാണ്. അവിടുന്ന് കഴിച്ച പൈനാപ്പിൾ പായസത്തിൻ്റെ രുചി ഇപ്പോഴും നാവിലുണ്ട്. 2 ഗ്ലാസ് ബ്രിഡ്ജും പൂളും ഒക്കെ ഉണ്ട്. ഇനി ഫോഗിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ കേവ് റൂംസ്. ഗുഹയ്ക്കുള്ളിലുള്ള താമസം വെറൈറ്റി തന്നെയല്ലേ? ഇതാണ് കേവ് എൻട്രൻസ്. കേവ് റൂമിലേക്ക് ഇതുവഴി താഴോട്ടിറങ്ങിയാണ് പോകേണ്ടത്. ശരിക്കും ഗുഹയിൽ എത്തിയ പോലെ തോന്നും. ആദ്യം ഇറങ്ങുമ്പോൾ ചെറിയ പേടി തോന്നും, പക്ഷെ അവിടെ കയറിയാൽ പിന്നെ ഇറങ്ങാനും തോന്നില്ല. ഈ വഴി ആദ്യം ചെന്നെത്തുന്നത് ഒരു ഓപ്പൺ പ്ലേസിലേക്കാണ്. അവിടെയും ക്യാരംസും മറ്റു ചില ഗെയിമുകളും ഒക്കെയുണ്ട്. ഈ ഓപ്പൺ പ്ലേസിനോട് ചേർന്ന് ഒരു ചെറിയ തിയേറ്ററും ഉണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കെയർ റൂംസ് കാണാം. കേവിനോട് ചേർന്നുള്ള ബാൽക്കണിയാണിത്. പ്രത്യേകം തീമുകളായാണ് റൂമിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡ്യുലക്സ്, പ്രീമിയം, കേവ് സ്യൂട്ട്സ്, ഇങ്ങനെ 3 കാറ്റഗറികളിലായാണ് റൂമുകൾ. ഇവിടെയുള്ള ഓരോ റൂമിനും ഓരോ പേരാണുള്ളത്. ആട്ടം, തവസ്യ, സനാന, ലിത്തോട്സ്, പാരഡിസോർ, പിന്നെ ട്രിപ്പിൾ ബെഡ്റൂമായ മൈട്രി. ഓരോ റൂമും ഓരോ തീമിലാണ് ഉള്ളത്. ഇനി നമുക്ക് റൂം തവസ്യ പരിചയപ്പെടാം. ഇവിടുത്തെ ഒരു സ്യൂട്ട് റൂമാണ്. ഞാനും ഭദ്ര ചേച്ചിയും അച്ചു ചേട്ടനും നന്ദു ചേച്ചിയും കൂടെ ഈ റൂമിലാണ് സ്ലീപ്പ് ഓവർ ചെയ്തത്. അതുകൊണ്ട് ഈ റൂമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ കുട്ടിപ്പട്ടാളം ഈ റൂമിൽ അടിച്ചു പൊളിച്ചു. എത്ര മനോഹരമാണ് ഇവിടുത്തെ ചുമർ ചിത്രങ്ങൾ. ഇനി നമുക്ക് മറ്റൊരു റൂം പരിചയപ്പെടാം. ബൈബിളിലെ ആദവും ഹവ്വയും ഇല്ലേ, ആ തീമാണ് ഈ റൂമിന്. ദേ നോക്ക്, മരത്തിൻ്റെ മുകളിൽ ഹവ്വയ്ക്ക് ആപ്പിളും കൊടുത്ത് പാമ്പിരിക്കുന്ന കണ്ടില്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഫോഗിയിൽ വന്ന് ഇതൊക്കെ ആസ്വദിക്കേണ്ടതാണ്. കേവ് റൂമുകളുടെ ഒപ്പം നോർമൽ റൂമുകളും ഇവിടെ ഉണ്ട്. ഒരുപാട് യാത്ര പോയെങ്കിലും ഈ യാത്ര എനിക്കേറെ പ്രിയപ്പെട്ടതാണ്. നല്ല ഭക്ഷണവും ഒരുപാട് ഗെയിമുകളും ക്യാമ്പ് ഫയറും ഒക്കെയായി ശരിക്കും അടിച്ചു പൊളിച്ചു. യാത്രയിലെ ഒരു ഭാഗം മാത്രമേ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. മറ്റ് വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. കാത്തിരിക്കണേ. ബൈ.